ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിക്കാറുള്ളതാണ് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത് നമ്മുടെ വൺ സ്കോർ ആപ്പാണ്. അപ്പോൾ വൺ സ്കോർ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വൺ കാർഡിൻ്റെ ഒരു ആപ്പാണ്, അത് ഫ്രീ ആപ്പാണ്. അപ്പോൾ അതിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബാക്കി എല്ലാ ഫ്രീ ആപ്പിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം അപ്ഡേറ്റ് ആയിട്ട് വരുന്ന ഒരു ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം വൺ സ്കോറിനെ. പക്ഷെ എന്നാലും വൺ സ്കോറിൽ വരുന്നത് ഫുള്ളി അപ്ഡേറ്റ് ആയിട്ടുള്ള സ്കോർ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സിബിൽ സ്കോർ ഫുള്ളായിട്ട് ഒരു സിബിൽ റിപ്പോർട്ട് ഫുൾ സംഭവം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സിബിലിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് അവർ സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ ആപ്പിൽ പോയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എല്ലാ കൊല്ലം 1 year സബ്സ്ക്രിപ്ഷൻ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സിബിൽ സ്കോർ സംഭവം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അവരുടെ ആപ്പ് വരിക. കണ്ടോ, നമുക്കിപ്പോൾ iOS-ലായാലും കാണുന്നുണ്ടോ വിചാരിക്കുന്നു. ക്ലിയർ ആവും, ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് ഒരു ആപ്പ്, സിബിൽ എന്ന് പറഞ്ഞ ആപ്പ്. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് തപ്പിയാൽ മതി, ഇപ്പോൾ കിട്ടും സിബിൽ എന്ന് പറഞ്ഞ ആപ്പ് ഇട്ടാൽ. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാനും സംഭവങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ അത് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എന്തായാലും നമ്മുടെ സിബിൽ സ്കോറും സംഭവങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും സംഭവങ്ങളും കിട്ടും. ഇതിന് എനിക്ക് തോന്നുന്നത് മിനിമം വരുന്നത്, ഞാൻ അതിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞുതരാം. അത്യാവശ്യം സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട് കേട്ടോ, ഭയങ്കര കുറവൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പക്ഷേ ഫുൾ സംഭവങ്ങൾ കിട്ടും. നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാം. അതൊന്നും വേണമെങ്കിൽ ഡെയിലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് ഒരു ആപ്പിൻ്റെ ഒരു ഫുൾ കോൺഫിഗറേഷൻ. ഞാനിത് പ്രൊമോഷണൽ സംഭവമൊന്നും അല്ല, അതിന് പ്രൊമോഷണൽ സംഭവമൊന്നും ഇല്ല. ഡയറക്റ്റ് സിബിലിൻ്റെ ആപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുൾ സിബിൽ വേണമെങ്കിൽ സ്കോർ സ്റ്റിമുലേറ്റർ, അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഓഫർ വന്നിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ നമുക്ക് ലേൺ ചെയ്യാനുള്ള അതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽസും വാട്ട് സിബിൽസ് അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലോറേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിബിൽ റിപ്പോർട്ട് എടുക്കാം, അലേർട്സ് വേണമെങ്കിൽ അലേർട്സ് എടുക്കാം, നമ്മുടെ എൻക്വയറി സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. പിന്നെ എഡ്യൂക്കേഷൻ നോക്കാം, സിബിൽ സ്കോർ, ഹെൽത്ത് നോക്കാം, ഹിസ്റ്ററി നോക്കാം, ക്രെഡിറ്റിൻ്റെ സമ്മറി നോക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഞാൻ ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു സെസ്റ്റ് മണി ഞാൻ പണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് കുറേ കാലമായി. പക്ഷേ അതിൻ്റെ നമ്മുടെ സിബിൽ റിപ്പോർട്ടിൽ ഇത് ഇപ്പോഴും ഒരു 3-4 എണ്ണം ഇപ്പോഴും എടുക്കുകയാണ്. പെൻഡിങ് അല്ല, അത് പെൻഡിങ്ങും അല്ല ക്ലോസ്ഡും അല്ല, രണ്ടായിട്ടും എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിബിൽ സ്കോർ എഫക്റ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അതിൻ്റെ ലോൺ അക്കൗണ്ട് നമ്പർ ഫുള്ള് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ലോൺ അക്കൗണ്ട് നമ്പർ സംഭവം എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഏതാണോ ആ NBFC അവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഫുൾ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വർഷം സിബിൽ സ്കോർ വരുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈസിയാണ് നമുക്ക് ഇതുപോലെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് വൺ സ്കോറിൽ നിന്ന് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ വൺ സ്കോറിൽ നിന്ന് ഫുൾ ആ ലോൺ അക്കൗണ്ട് നമ്പർ സംഭവമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സിബിൽ സ്കോർ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു ഗുണമുണ്ട്. ഡെയിലി അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സിബിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കായിരിക്കും നല്ലത്. സബ്സ്ക്രിപ്ഷൻ ചാർജ് ഞാൻ പറയും, ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ 1 yearനാണ്. എനിക്ക് തോന്നുന്നത് 149 അല്ല 1499 സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, ജസ്റ്റ് നിങ്ങൾ ഒന്നെങ്കിൽ ആപ്പ് എടുക്കുക അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ പോകുക, സിബിലിന് അടിക്കുക, സിബിൽ സ്കോർ ഇന്ത്യ നിങ്ങൾക്ക് പറഞ്ഞ് കാണാം. അവരുടെ വെബ്സൈറ്റ് കണ്ടു, ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കാണാൻ കണ്ടു. അത്യാവശ്യം ഇപ്പോൾ എമൗണ്ട് കൂടിയിട്ടുണ്ട്. പണ്ട് ഞാൻ എടുത്തപ്പോൾ ഇത്ര ഉണ്ടാകുന്നില്ല. ഇതിൽ നമുക്ക് 1 month വരുന്നത് 550 രൂപയാണ്, 6 മാസത്തേക്ക് 800 രൂപ, 12 months ഇപ്പോൾ 1200 രൂപ. അപ്പോൾ 12 months എടുക്കാർക്ക് ഏറ്റവും നല്ല അത്യാവശ്യം ലാഭം വരുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 12 months ആയിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ റെക്കമെൻഡേഷൻ സംഭവങ്ങളൊക്കെ വരും, എങ്ങനെ സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ അൺലിമിറ്റഡ് അസസ് യുവർ സിബിൽ ഡാഷ്ബോർഡ്, മേക്ക് ദ റൈറ്റ് ക്രെഡിറ്റ് ഡിസിഷൻ വിത്ത് സ്കോർ സ്റ്റിമുലേറ്റർ എന്ന സംഭവം ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ. പിന്നെ പേഴ്സണലൈസ് ആയിട്ടുള്ള ലോൺ ഓഫറും സംഭവങ്ങളൊക്കെ ഇതിൽ തന്നെ കാണിക്കും. അപ്പോൾ ഡയറക്റ്റ് സിബിലിൻ്റെയാണ്. പിന്നെ നമുക്ക് ഫ്രോഡ് സംഭവങ്ങളൊന്നും വരാനുള്ള ഭയങ്കര ചാൻസേ ഇല്ല. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് സിബിൽ സ്കോർ വേണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം എടുക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കാശ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ റെക്കമെൻഡേഷൻ വരുന്നത് വൺ സ്കോർ തന്നെയാണ്. വൺ സ്കോറിൽ ഞാൻ പറഞ്ഞല്ലോ, അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇതിൻ്റെ അത്ര പോലെ ഡെയിലി അപ്ഡേഷനോ സംഭവമൊന്നും കിട്ടില്ല. മാസം നമുക്കൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള സംഭവം കിട്ടും. റിപ്പോർട്ടിനും ചെറുതായിട്ട് ലിമിറ്റേഷൻസ് സംഭവമൊക്കെ ഉണ്ട്, ഫ്രീ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ്. നമുക്ക് അതിൽ സിബിൽ റിപ്പോർട്ടും കിട്ടും, എക്സ്പീരിയൻസും കിട്ടും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. 2 വേണമെങ്കിൽ ഉപയോഗിക്കും. ഞാൻ വൺ സ്കോർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത സംഭവമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ റിപ്പോർട്ടിങ് എറർ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ഡയറക്റ്റ് സിബിലിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തന്നെ കാരണം. നമുക്ക് വേറെ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ലിങ്കും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്താൽ മതി. ലിങ്കൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് ഡയറക്റ്റ് സിബിലിറ്റി ആണല്ലോ. അപ്പോൾ എക്സ്ട്രാ ലിങ്കോ സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നത്. ഞാൻ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് സിബിലിന് അടിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ കിട്ടും. ഞാൻ ആപ്പ് സ്റ്റോറിൽ വേണമെങ്കിൽ കാണിച്ചു തരാം.
ആപ്പ് സ്റ്റോറിൽ പോവുക, സിബിൽ നടിക്കുക. ഇതാണ് സിബിലിൻ്റെ ആപ്പ്. കണ്ടോ, ഇതുപോലത്തെ ഒരു ലോഗോ ആയിരിക്കും. ഇതാണ് ഒറിജിനൽ കേട്ടോ. അപ്പോൾ ഒരു അടുത്ത് പോയി കഴിഞ്ഞാൽ സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട് എന്ന് കാണിക്കാം. സിബിലിൻ്റെ ബ്രാൻഡിങ് ഉണ്ടായിരിക്കും. ഇതാണ് അവരുടെ ഒഫീഷ്യൽ ആപ്പ് കേട്ടോ. മാറിപ്പോണ്ടെന്ന് വെച്ചാൽ സിബിൽ കളിക്കുമ്പോൾ കുറയണം വരും. അത് അതിൻ്റെ അടിയിൽ വരണുണ്ട് 1 സ്കോർ. ഇതും കുഴപ്പമില്ലാത്തതാണ്. പൈസ ബസാറൊന്നും എടുക്കല്ലേട്ടാ. പൈസ ബസാറൊക്കെ ഫ്രോഡ് പരിപാടികളാണ്. അമ്മ ശല്യം ചെയ്ത് കൊല്ലും മനുഷ്യന്. പിന്നെ ട്രാൻസ്ഫോർമർ വരുന്നുണ്ട്, ചുമ്മാ നോക്കണ്ട നിങ്ങൾ പറഞ്ഞാണ്. പിന്നെ ക്രെഡ് വരുന്നുണ്ട്. എക്സിബിൽ ഇതൊന്നും അല്ല കേട്ടോ. ഒറിജിനൽ വരുന്നത് ഇതാണ് കേട്ടോ, സിബിലാണ്. അപ്പോൾ ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിബിൽ സ്കോർ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇറർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങളിപ്പോൾ സബ്സ്ക്രിപ്ഷൻ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അടിക്കുമ്പോഴും അതിന് കുറച്ച് പ്രയോറിറ്റി കൂടുതലുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ശരിയാക്കാൻ നോക്കാട്ടോ. എന്താ വെച്ചാൽ സിബിൽ സ്കോർ ഭയങ്കര ഇമ്പോർട്ടൻസ് സാധനമാണ്. അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാനും മിനിമം 6 മാസത്തിലെങ്കിലും ചെക്ക് ചെയ്യാനും, അതുപോലെ തന്നെ എറേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വേണ്ടി ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 ചാനലും കൂടെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം.